ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. നമ്മുടെ ഫോണിൽ എല്ലാവരുടെയും ഫോണിൽ ഒരു ജിമെയിൽ ഐ ഡി ഉണ്ട്. നമ്മൾ ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പലർക്കും ജിമെയിൽ വഴി ഒരു മെയിൽ അയക്കാൻ ആർക്കും അറിയില്ല. പലരുടെയും ഒരു പ്രശ്നമാണ്, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ കയ്യിലുണ്ടെങ്കിലും നമുക്ക് അയക്കാൻ അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ അതുകൊണ്ട് ജിമെയിൽ അയക്കാൻ അറിയുന്ന ആളുകളാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ. അല്ലാത്തവരാണെങ്കിൽ സെക്കൻഡ് വെച്ച് നമുക്ക് എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഇമെയിൽ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് മറ്റൊരാൾക്ക് മെയിൽ അയക്കുക എന്നുള്ളത് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് എല്ലാവരുടെ ഫോണിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാവും അല്ലെ. നമുക്കിവിടെ ഇമെയിൽ ഐ ഡിയിൽ ലോഗിൻ കാണിക്കുന്നുണ്ട് അല്ലെ, ഇമെയിൽ ഐ ഡിന്റെ ലോഗോ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ എല്ലാവരും നമുക്ക് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ എല്ലാവരും ഇമെയിൽ ഐ ഡി അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആർക്കും ഇത് അയക്കാൻ അറിയില്ല. അത് ഞാൻ സെക്കൻഡ് വെച്ച് പഠിപ്പിച്ചു തരാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറുക. പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയിട്ട് നമ്മൾ ജിമെയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജിമെയിൽ ഇവിടെ താഴെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും ഏത് ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ പുതിയ ഓപ്ഷൻസ് ഒക്കെ അതിൽ വരുള്ളൂ. അപ്പൊ കണ്ടില്ലേ, ഞാൻ അപ്ഡേറ്റ് ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഇന്റർഫേസ് ആണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് പ്രൊഫൈലിന്റെ ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മെയിൽ ഐ ഡി കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ മറ്റൊരാൾക്ക് ഇമെയിൽ അയക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കമ്പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഒരു പെൻ ഐക്കണൊക്കെ ആയിട്ട് ഒരു കമ്പോസ് ആണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ട താഴെ 2 എന്ന് പറഞ്ഞ അവിടെയാണ് നമ്മൾ ആർക്കാണോ മെയിൽ അയക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് അയക്കാൻ വേണ്ടിയിട്ട് ആർക്കാണോ അയക്കേണ്ടത് അവിടെയാണ് നമ്മൾ അവരുടെ ഇമെയിൽ ഐ ഡി നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ കണ്ടില്ലേ, ഇവിടെ ഞാൻ ഇതിന് മുൻപ് അയച്ച ആളുകളുടെ ഇമെയിൽ ഐ ഡികളൊക്കെ ഇവിടെ ഓട്ടോ ആയിട്ട് സേവ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മതി. അതല്ല പുതിയ ഇമെയിൽ ഐ ഡി ആണെങ്കിൽ ആ 2 അഡ്രസ്സിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരാളുടെ പേര് kuriakos@gmail.com ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ താഴെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ അവർക്ക് അയക്കുന്നത് എന്നുള്ളത് ഒന്ന് ഇവിടെ നമുക്കൊന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനൊരു ഡോക്യുമെന്റ് ആണ് അയക്കുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു, ഡോക്യുമെന്റ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് താഴെ കമ്പോസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താണോ അവർക്കൊരു മെസ്സേജ് നമുക്ക് ടൈപ്പ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുക. അതായത് ഞാനൊരു ഡോക്യുമെന്റ് അയക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ എപ്പോഴും ഗാലറിയിൽ സൂക്ഷിച്ച് വെക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇവിടെ നമ്മളൊന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്തു, ഹായ് സർ പ്ലീസ് ഫൈൻഡ് ദി അറ്റാച്ച്ഡ് ഡോക്യുമെന്റ് എന്ന് ഇവിടെ വെച്ച് കൊടുത്തു. അതായത് ഞാൻ ഡോക്യുമെന്റ് അയക്കുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡോക്യുമെന്റ് കൂടി ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും മുകളിൽ ഒരു പിൻ ഐക്കൺ കാണുന്നില്ലേ, ആ പിൻ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റാച്ച് എന്നാണ് അതിന് പറയാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അറ്റാച്ച് ഫ്രം ഗൂഗിൾ ഡ്രൈവ്, നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗാലറിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഞാനിവിടെ താഴെയുള്ള 2ാമത്തെ ഓപ്ഷനാണ് ഗാലറി. അപ്പൊ നേരെ ഗാലറിയിലേക്ക് പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ അയച്ചു കൊടുക്കേണ്ട ഡോക്യുമെന്റ് ഇവിടെ സേവ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഞാനത് എടുത്തിട്ടുണ്ട്, കണ്ടോ, അത് നേരെ നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ ഇമെയിൽ ഐ ഡി റെഡിയാണ്, നമ്മൾ അയക്കുന്ന വ്യക്തിയുടെ ഇമെയിൽ ഐ ഡി റെഡിയാണ്. അതിനുശേഷം ഡോക്യുമെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ മാർക്ക് കാണുന്നില്ലേ, അവിടെയാണ് സെൻഡ് ബട്ടൺ. ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ് സെൻഡ് ആയിട്ടുണ്ട്. സെൻഡ് ആയി കഴിഞ്ഞത് നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഇവിടെ സെൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അൺഡു കൊടുക്കാൻ സാധിക്കും. അതായത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് നേരെയുള്ള ആ മുകളിലുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് സെൻഡ്, നമ്മൾ അയച്ച ഡോക്യുമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, നമ്മൾ അയച്ച ഡോക്യുമെന്റ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. കുര്യാക്കോസ് എന്ന് പറഞ്ഞ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അയച്ച കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അതിന്റെ താഴെയായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ് അതിന്റെ കൂടുതൽ ആളുകൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, താഴെ ആ ഒരു ഫോർവേഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആർക്കാണോ അയക്കേണ്ടത് അവിടെ ഫോർവേഡ് ബട്ടൺ ഉണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആർക്കാണോ അയക്കേണ്ടത് അവരുടെ മെയിൽ ഐ ഡി ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി സെൻഡ് കൊടുത്താൽ എത്ര പേർക്ക് വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും.